ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ കിങ്സ് റൂൾ എന്ന് പറയുന്നത്. ഇൻ ദ സെൻസ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലെ പ്രോപ്പർട്ടി നമ്പർ 4നെയാണ് ഞാൻ കിങ്സ് റൂൾ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് കിങ് ആയെന്ന് വെച്ചാൽ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് എന്ന് ഫസ്റ്റ് കാണുമ്പോൾ തോന്നുന്ന ഫങ്ഷൻസിനെ വളരെ ഈസിയാക്കി തരുന്നത് കൊണ്ട് തന്നെ ഇതാണ് ദിസ് ആക്സിലേക്ക് കിങ്. രാജാവ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും റോയൽ ആയിട്ടാണല്ലോ കാണുന്നത്. സോ അതുകൊണ്ടാണ് ഇത് കിങ്സ് റൂൾ എന്ന് പേര് വരാൻ കാരണം. കിങ്സ് റൂൾ ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയാം. അതായത് ബേസിക്കലി നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ഇൻ്റഗ്രൽ ഉണ്ട്, ഇൻ്റഗ്രൽ 0 to a, ഇത് ലോവർ ലിമിറ്റ് ഇത് അപ്പർ ലിമിറ്റ്, ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നമുക്ക് എങ്ങനെ മാറ്റിയിട്ട് എഴുതാം നമ്മളെ കിങ്സ് റൂൾ പ്രകാരം. ഐ സൂചിപ്പിക്കുന്ന ഇൻ്റഗ്രലിനെയാണ്. I 0 to a എഫ് ഓഫ് ഈ പറയുന്ന എക്സിൻ്റെ പകരം a മൈനസ് എക്സ്, അതായത് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് എന്താണോ ഫംഗ്ഷന് ആ ഫംഗ്ഷന്. അപ്പോൾ ഇത് എവിടെയാണ് പറ്റും? ഇവിടെ താഴത്തെ എന്താണ് ലിമിറ്റ് 0 ആയിരിക്കണം, ഈ 0 to സംതിങ് ആയിരിക്കണം, എന്നാലേ നമുക്ക് ഈ പറയുന്ന കിങ്സ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. എപ്പോഴും സ്ഥിരം ക്രിസ്മസ് എക്സാമിനെല്ലാം അടക്കം ചോദിക്കുന്ന ചോദ്യമാണ്. I to ഇൻ്റഗ്രൽ 0 to π/2. ഇത് കണ്ട 0 to a ആ ഫോർമാറ്റിലില്ല. ഇത് ഇവിടെ 0 ഇല്ലെങ്കിൽ കിങ്സ് റൂളോട് അപ്ലൈ ചെയ്യാൻ പറ്റൂല. വി കനോട്ട് തിങ്ക് ഓഫ് ദാറ്റ്. 0 to π/2 ഇതിപ്പോൾ a പോലെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇനി ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്ത് ഞാൻ ഇതിനെ ഫംഗ്ഷനെ റീറൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഇതിനെ ഞാൻ ഇക്വേഷൻ a എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് ഇനി അടുത്തത് ഞാൻ റീറൈറ്റ് ചെയ്യുമ്പോൾ അക്കോർഡിംഗ് ടു ദിസ് ഫോർമാറ്റ്. അപ്പോൾ I to ഇത് ലിമിറ്റ്സ് ഒന്നും നമ്മൾ മാറ്റുന്നൊന്നുമില്ല. 0 to π/2 സൈൻ നമ്മളെന്താ പറഞ്ഞത്? എഫ് ഓഫ് എക്സിൻ്റെ പകരം എഫ് ഓഫ് a മൈനസ് എക്സ് കൊടുക്കണം. അപ്പോൾ എക്സിൻ്റെ പകരം എന്ത് കൊടുക്കണം? π/2 മൈനസ് എക്സ്. ദിസ് എ ഇവിടെ π/2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സിന് എന്താ? സൈൻ π/2 മൈനസ് എക്സ് പ്ലസ് കോസിൻ്റെ പകരം എന്താ? കോസ് എക്സിൻ്റെ പകരം കോസ് π/2 മൈനസ് എക്സ്. അപ്പോൾ നമുക്ക് ഇത് ട്രിഗ്നോമെട്രി, കാരണം ഈ പറയുന്ന സംഭവം അറിയണമെങ്കിൽ ഇനി ട്രിഗ്നോമെട്രിയിലേക്ക് വരണം. ലൈക്ക് ഈ കാൽക്കുലസും ട്രിഗ്നോമെട്രി തമ്മിൽ നല്ല അഭേദ്യമായ ബന്ധമാണ്. ട്രിഗ്നോമെട്രി അറിയെങ്കിൽ കാൽക്കുലസിൽ ഈ ക്വസ്റ്റ്യൻ ഇനി മുന്നോട്ട് വരുന്നു. നിങ്ങൾക്കിപ്പോൾ സൈൻ π/2 മൈനസ് എക്സ് ഇതിപ്പോൾ ഇൻ്റഗ്രേഷൻ ഒന്നുമില്ല, ഇത് ട്രിഗ്നോമെട്രിയാണ്, പ്യുവർ ട്രിഗ്നോമെട്രി. ബേസിക്കലി നമ്മൾ പറയുന്നത് സൈൻ 90 മൈനസ് തീറ്റ, π/2 90 ആണല്ലോ, സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. അത് നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ട്രിഗ്നോമെട്രിയാണ്. ഇവിടെ പറയേണ്ടതല്ല, പക്ഷെ എന്നാലും നമ്മൾ ക്വസ്റ്റ്യൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് തൽക്കാലം പറയുന്നത് മാത്രം. കോസ് 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സൈൻ തീറ്റയാണ്. ഈ രണ്ട് റിസൾട്ട് അറിയെങ്കിൽ, മിനിമം ഈ റിസൾട്ട് അറിയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അത് പ്രകാരം എന്താ? ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 ഈ സൈൻ π/2 മൈനസ് എക്സ് കോസ് എക്സ് ആവും. ഇപ്പോൾ നിങ്ങളിതിൻ്റെ മാജിക്ക് നോക്കിക്കോ. ഞാൻ ഈ രണ്ട് ഫംഗ്ഷൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് സൈൻ π/2 മൈനസ് എക്സ് എന്താവും? കോസ് എക്സ് ആവും. കോസ് എക്സ് പ്ലസ് കോസ് π/2 മൈനസ് എക്സ് സൈൻ എക്സ്. ഇനിയാണ് ഇവിടുത്തെ കളിയിലെ മാജിക്ക് നടക്കാൻ പോകുന്നത്. ഞാൻ I എന്നും പറഞ്ഞിട്ട് ഇതിനെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് കൊടുത്ത്, അല്ല സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് കൊടുത്ത്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? I am going to add equation 1 and 2. ആഡ് ഇക്വേഷൻ 1 + 2. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ആഡ് ചെയ്യണം, റൈറ്റ് ഹാൻഡ് സൈഡും. ഇത് റൈറ്റ് ഹാൻഡ് സൈഡ്, ഇതും ആഡ് ചെയ്യണം. ഈ ലെഫ്റ്റിലുള്ള ഐകളും തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ I + I 2i. കാരണം ഒരു മാങ്ങ പ്ലസ് വേറൊരു മാങ്ങ ഈക്വൽ ടു 2 മാങ്ങ. അതുപോലെ ഇവിടെ എന്താണ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഞാൻ വേണ്ടിക്കലെന്ന് പറയേണ്ടത്, ഇതിപ്പോൾ ഇൻ്റഗ്രൽ 0 to π/2 സൈൻ എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് ഇവിടെ ഒരു dx കൂടി ഉണ്ട്. ഇൻ്റഗ്രൽ 0 to π/2, കാരണം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ചിലപ്പം പെട്ടെന്ന് മനസ്സിലാവുക. കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് dx. ഇത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുമിച്ചിട്ട് ഇതിനെ ന്യൂമറേറ്ററിനെ ആഡ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? ഈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സും കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇതിനൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആയി. അപ്പോൾ ജസ്റ്റ് റീറൈറ്റ് ഇറ്റ്, ദിസ് അഗെയിൻ ബിക്കംസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. കാരണം ഇതിപ്പം എന്താണ് നമ്മളെ സബ്ട്രാക്ഷൻ ആയിരുന്നു, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എന്താണ് അഡീഷൻ ആയതുകൊണ്ട് ഐ ക്യാൻ റൈറ്റ് ലൈക്ക് ദറ്റ്. അപ്പോൾ ഡിനോമിനേറ്റേഴ്സ് ഇവിടെ സെയിം ആണ്. അപ്പോൾ എനിക്ക് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി? ഇൻ്റഗ്രൽ 0 to π/2 സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് dx ഡിവൈഡഡ് ബൈ നമ്മൾ ഡിനോമിനേറ്റർ ഇവിടെ കോമൺ ആയിട്ടില്ലത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, അല്ലെങ്കിൽ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ചെയ്താലും കണക്കാം. ഇവിടെ എന്താ അടിപൊളിയല്ല. ഇവിടെ ഇപ്പോൾ എല്ലാം കട്ടായി പോയി, മുകളിലും താഴെയല്ല. ഇതാ ഞാൻ പറഞ്ഞത്, എല്ലാം കട്ടായി പോകുന്നില്ല. അത്
ഇനി 0 to π/2 ഇവിടെ ഇപ്പോൾ എന്ത് മാത്രമേ ബാക്കിയുള്ളൂ, ഡി എക്സ് മാത്രമേ ബാക്കിയുള്ളൂ, 2i. നമുക്കറിയാം ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ആണ് വിത്ത് ലിമിറ്റ്സ് π/2, 0 to π/2. അപ്പോൾ അപ്ലൈ ലിമിറ്റ് ചെയ്താൽ എന്താ സംഭവിക്കും, അപ്ലൈ ലിമിറ്റ്സ്. അപ്പം 2i ഈസ് ഈക്വൽ ടു π/2 മൈനസ് 0. എപ്പോഴും സ്ഥിരം ഫോർമാറ്റ് ചെയ്ത്. ഇനി i എന്താണ്, 2i ഈസ് ഈക്വൽ ടു π/2. അപ്പോൾ i ഈസ് ഈക്വൽ ടു ഈ 2നെ താഴെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ π/4. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടില്ല മോളും താഴെയെല്ലാം ഫംഗ്ഷനെല്ലാം ഒരു ഇതിനെ എത്ര സിമ്പിളാക്കിയിട്ട് ലാസ്റ്റ് എക്സ് ആക്കിനെ മാറ്റിക്കളഞ്ഞ. ദാറ്റ് ഈസ് ദ പവർ ഓഫ് കിങ്സ് റൂൾ. അതേപോലെ ഞാൻ ഇത് എന്താണ്, ഇത് കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. അല്ലെങ്കിൽ സൈനും കോസ് അതിൻ്റെ പിന്നെ മുകളിൽ റൂട്ടിലിട്ടിട്ട് ഒന്നും ചെയ്യണ്ട. കിങ്സ് റൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, നിങ്ങൾ ഇവിടെ റൂട്ടിൽ നിന്നും ആലോചിക്കണം. ഇവിടെ എന്ത് സംഭവിക്കും, കോസ് π/2 മൈനസ് എക്സ് സൈൻ എക്സ് ആവും. താഴെ ഇത് സൈൻ എക്സ് കോസ് എക്സ് ആയിട്ട് മാറും, കോസ് എക്സ് സൈൻ എക്സ് ആയിട്ട് മാറും. ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി കട്ടായി പോവും. എന്നിട്ട് എന്താവും, ഡി എക്സ് മാത്രം ബാക്കി വരും. എന്നിട്ട് 2i എന്താണ് അവിടെ, പിന്നെ ഇത് എക്സ് ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് π/4, സെയിം ആൻസർ. അതേപോലെ ഇതും കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. 0 to a √x ഡിവൈഡഡ് ബൈ √x പ്ലസ് √a-x. കിങ്സ് റൂൾ ഉപയോഗിക്കുന്ന സമയത്ത് എക്സിന് പകരം a-x, ഇവിടെ എക്സിന് പകരം a-x, എക്സിന് പകരം a-x. അപ്പോൾ ഈ എന്താണ് ഇവിടെ ഇല്ല, ഇതും കട്ടായി പോവും. ഇവിടെ മൈനസ് പ്ലസ് ആവും. അപ്പോൾ അങ്ങനെ ഇത് എന്തായി മാറും, ഇവിടെ √a-x, √x രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് എന്താണ്, ഇത് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ആവും, എല്ലാം കട്ടാവും. ഫൈനലി ആൻസർ എന്താണ്, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് a/2 കിട്ടും. ഇതാണ് ബേസിക്കലി കിങ്സ് റൂൾ.